ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് +2 കൂടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഇത്തവണത്തെ നീറ്റ് 2025 വളരെ മികച്ച റാങ്ക് വാങ്ങിയ 3 ആളുകളാണ്. നമുക്കവരെ പരിചയപ്പെടാം. +2 കൂടെ തന്നെ ഇത്ര മികച്ച റാങ്ക് വാങ്ങാൻ അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അവരോട് തന്നെ ചോദിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫാദിൻ ബക്കർ. എവിടെ സ്ഥലം? ഞാൻ കൂട്ടിലങ്ങാടി, മലപ്പുറം. ഓക്കെ, എത്ര മാർക്ക് വന്നു, എത്ര റാങ്ക് കിട്ടി? 592 മാർക്സ്. ആൾ ഇന്ത്യ വന്നത് 1964, പിന്നെ കാറ്റഗറി 646. ഓക്കെ. ഇമ്രാൻ അലി, ചെർപ്പളശ്ശേരി എന്നാണ് വരുന്നത്. സ്കോർ 588, ഓൾ ഇന്ത്യ റാങ്ക് 2454 ആൻഡ് കാറ്റഗറി റാങ്ക് 856. നസീല്, ഞാൻ മങ്കട എന്നാണ് വരുന്നത്. മങ്കട. സ്കോർ വരുന്നത് 573, റാങ്ക് 4725, കാറ്റഗറി റാങ്ക് 1800. ഈ കിട്ടിയ മാർക്കിലും റാങ്കിലൊക്കെ നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണോ? ഹാപ്പിയാണ്. എല്ലാവരും ഒരേമാതിരി ഇത്ര മാർക്ക് കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു. ഈ റാങ്ക് പ്രതീക്ഷിച്ചിട്ടല്ല. അല്ല, അപ്പൊ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ എക്സാം ആണ് ഉണ്ടായത്? അല്ല, ഒരിക്കലും അല്ല. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എങ്ങനെ ഡിഫറെന്റ് ആയിരുന്നു? സാധാരണ ബയോളജിന്ന് തുടങ്ങുമ്പോൾ ബയോളജി ഒക്കെ 1 മണിക്കൂർ കൊടുത്താലും 45 മിനിറ്റ് കൊണ്ട് പരീക്ഷ ആ ബയോളജി അറ്റംപ്റ്റ് ചെയ്തത്. ഇത് ബയോളജിന് അത്യാവശ്യം നല്ല കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ബയോളജിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പൊ ബയോളജി തന്നെ 1 മണിക്കൂർ 10 മിനിറ്റ് കൊടുത്ത്. അപ്പൊ തന്നെ കുറച്ച് പേടിച്ച്, അതിൻ്റെ ഇടയിൽ തന്നെ കുറെ വിട്ട്, കാരണം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുള്ള് ബ്ലാങ്ക്. പക്ഷെ 40 മിനിറ്റ് എടുത്തും ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി. സാധാരണ കെമിസ്ട്രി 35 മിനിറ്റ് കൊണ്ട് ഇവിടെ മോക്ക് ടെസ്റ്റിനൊക്കെ തീർക്കാറ്. പിന്നെ ഫിസിക്സിന് 1.5 മണിക്കൂർ വേണം. ഫിസിക്സ് ഭയങ്കര ഇല്ല. അപ്പൊ ഇവിടുന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ കിട്ടീനി പരീക്ഷയ്ക്ക്. പക്ഷെ അത് മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റേത് കുറെ കെമിസ്ട്രി, ബയോളജി. അപ്പൊ ഞാൻ ഫിസിക്സ് 1 മണിക്കൂറില്ല, 3/4 മണിക്കൂർ എടുത്ത് ഫിസിക്സ്, മാത്സ് ഒരു 20 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ പിന്നെ കുറച്ചെണ്ണം വട്ടിട്ടച്ച്, കുറച്ചെണ്ണം വിട്ടുവിട്ടച്ച്. ഒരിക്കലും കഴിയില്ല എന്നുള്ള ഫ്ലൂയിഡ്സത്തെ ക്വസ്റ്റ്യൻസ് വെറുതെ സമയം കളയണ്ടല്ലോ. അതാ ചിത്രമൊക്കെ പാടാൻ. പിന്നെ ബയോളജി വീണ്ടും തുടങ്ങി. ബയോളജി ഇങ്ങനെ ചെയ്ത് പിന്നെ കുറെ കാലിച്ച് ടെൻഷൻ തീരില്ല. +2 ഒപ്പം ആയതുകൊണ്ടാവാം കുറച്ചൊക്കെ. ഏകദേശമൊക്കെ. ഇമ്രാന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ചെന്നു, എക്സാം ആള് കയറി 11 മണിക്ക് തന്നെ കയറി. അവിടെയുള്ള സാറ് 11 മണിക്ക് തന്നെ കയറ്റിട്ടു. ഞാൻ പിന്നെ അറിയില്ല എന്താ ചെയ്യണ്ട്. ഉമ്മ ഉണ്ട്, ഉമ്മാക്ക് വലിയ ധാരണല്ല. കേറി ഉമ്മ പറഞ്ഞു കേറിക്കോ, ഒരു വെള്ളക്കുപ്പി വാങ്ങി. ഞാൻ കേറി അവിടെ എത്തി, വേഗം കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ റൂമിലെത്തി, കുറച്ചേരം റൂമിലെത്തി, കുറച്ച് പേര്. പിന്നെ ആ റൂം പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമല്ല റൂമിൽ. അപ്പൊ പിന്നെ എല്ലാവരും ക്ലാസ് റൂമിൽ കയറാൻ തുടങ്ങി. ക്ലാസ് റൂമിൽ കയറി ഇരുന്നു. ഒരു ക്ലോക്ക് ഉണ്ട്, ക്ലോക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. 2 മണി വരെ ക്ലോക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ എക്സാം തുടങ്ങി. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ എന്റെ 46 സെറ്റ്. അതില് തുടക്കം ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്, കുഴപ്പമില്ല ചെയ്തു വന്നു. ഒരു 10-11 പേര്. പിന്നെ എനിക്ക് പനി ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് വൈറൽ ഫീവർ വന്നിട്ട് അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പം ചെറുതായിട്ട് എന്നിട്ട് അഡ്മിറ്റ് ഒക്കെ ചെയ്തു വന്നു. ഹോസ്റ്റലിൽ പോയി, തലമിന്നു. 2 ദിവസം മുന്നേ. ഒരു ദിവസം ഇവിടുന്ന് കിടന്നു. പിന്നെ വീട്ടിൽ രാവിലെ എക്സാമിന് അവിടുന്ന് ഇറങ്ങി, ട്രിപ്പൊക്കെ ഇട്ട് പോയി. എനിക്കറിയില്ല, അങ്ങനെ ചെന്നു. എക്സാം തുടങ്ങി. 20 എത്തി. 20 ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് തലവേദന തോന്നി. അപ്പൊ പിന്നെ എക്സാമിന് സാധാരണ ഇവിടെ എക്സാം 2 മണിക്കൂർ കൊണ്ട് തീർക്കല. അതുകൊണ്ട് പിന്നെ ഇവിടെ തീർക്കലുണ്ട്. അങ്ങനെ എക്സാം അങ്ങനെ വേഗം ചെയ്ത് തീർക്കാം. അപ്പൊ ആ ഫ്ലോയില് പോവാച്ചിട്ട് കുറച്ചേരം തലവേദനിക്കല്ലേ, മാറാൻ കുറച്ചേരം കിടന്നു. 35-40 മിനിറ്റ് കിടന്നു. എണീറ്റു. പിന്നെ ഫിസിക്സ് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച്. പിന്നെ നേരത്തെ ഫ്ലൂയിഡ്സ് ക്വസ്റ്റ്യനാ. അപ്പൊ പിന്നെ അത് വിട്ടു, തിരിച്ചു വന്നു. ബാക്കി കെമിസ്ട്രി ചെയ്തു. കെമിസ്ട്രിനെ കുഴപ്പമില്ല തോന്നി. ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തു. ബയോളജിയും ചെയ്തു. പിന്നെ ബാക്കി വന്നപ്പോൾ ഒരു 1/4 മണിക്കൂർ ബാക്കി ഉണ്ടായിരുന്നു. ഫിസിക്സ് ഒരു 20 ചെയ്തിട്ടുള്ളൂ. പിന്നെ കിട്ടണ ചെയ്തു. ഫ്ലൂയിഡ്സ് അതൊക്കെ ചെയ്തിട്ട് വന്നു. 13 നെഗറ്റീവ് ഉണ്ട് ഫിസിക്സിൽ. മൊത്തം 24 നെഗറ്റീവ് ഉണ്ട്. ഞാൻ 3 വിട്ടിട്ടുള്ളൂ. ഇവിടുന്ന് ബയോളജി നെഗറ്റീവ് ഇട്ടല്. അവിടെ ഭാഗ്യമായി, ബയോളജി കുഴപ്പമില്ല. ഞാൻ ഫിസിക്സ് തുടങ്ങി. അപ്പോ ഞാൻ ഇവിടുത്തെ എക്സാമിനൊക്കെ ആദ്യം
ഒരു 1 hour കൊണ്ട് ഫിസിക്സ് തീരും. 1 hour ഫിസിക്സ് തീർന്നാലും ഇല്ലെങ്കിലും 1 hour കൊണ്ട് അടുത്ത വിഷയത്തിൽ നമുക്ക് ചാടണം. കെമിസ്ട്രി പോവും. കെമിസ്ട്രി പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബയോളജി പോവും. അപ്പോൾ ഫിസിക്സ് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ 20 എത്ര ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. അവൻ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല, 10-15 അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അത് നേരെ ബയോളജിക്ക് ചാടി. അപ്പോൾ ബയോളജിക്ക് ചാടിയപ്പോൾ ക്വസ്റ്റ്യൻസ് വലിയ ഫിസിക്സ് കണ്ടുവരികയല്ലേ, അപ്പോൾ വലിയ ടഫ് തോന്നിയില്ല. ബയോളജി വല്ലാതെ തോന്നിയില്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് കഴിക്കണം എന്നായി. ക്വസ്റ്റ്യൻ വല്ലാതെ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് തീർക്കണം എന്നായി. കാരണം ഫിസിക്സ് അവിടെ അറ്റൻഡ് ചെയ്യാൻ കുറെ ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കൊണ്ട് ബയോളജി ഫുള്ള് തീർത്തു. പിന്നെ രണ്ടാമത് ഇതിനൊന്നും വെച്ചില്ല, രണ്ടാമത് നോക്കാനൊന്നും വെച്ചില്ല. ബയോളജി ഫുൾ അറ്റൻഡ് ചെയ്തു, ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ നേരെ കെമിസ്ട്രിമക്ക് പോയി. കെമിസ്ട്രി അങ്ങനെ വായിക്കാൻ സമയം കൊടുത്തില്ല, കാരണം ഫിസിക്സ് അവിടെ ബാക്കി കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് ഫുള്ള് തീർത്തു, ഫുൾ അറ്റൻഡ് ചെയ്തു. ഒരു ഏകദേശം ഒരു അറിയാത്തൊരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വിട്ട്. ആ കെമിസ്ട്രി അതാണ് പറ്റിയത്. കെമിസ്ട്രി അങ്ങനെ ചെയ്തതോട് ഞാൻ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്തില്ല, ക്രോസ് ചെക്ക് ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ തെറ്റി. പിന്നെ ഫിസിക്സിക്ക് വന്ന് ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് നോക്കി അറിയണതൊക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ഒരു 20 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് കുറച്ച് സമയം കിട്ടി ഫിസിക്സ് ഒന്നും കൂടി നോക്കാൻ, കാരണം ബാക്കിയുള്ളതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് വല്ലാതെ നോക്കിയില്ല. ആ ചെയ്തത് ഭാഗ്യമായി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അയിമക്ക് ഫിസിക്സ് ഒന്നും കൂടി നോക്കാൻ സമയം കിട്ടി. ഫിസിക്സ് എഴുതാത്തോണ്ടാണ് രക്ഷപ്പെട്ടെ. ഞാൻ ആകെ 27 അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഫിസിക്സ്. അപ്പൊ 3 നെഗറ്റീവ് ഉള്ളൂ മൊത്തത്തില് ഫിസിക്സ്. ബാക്കി 15 വിട്ടേക്കാണ്, എഴുതിയിട്ടേ. അതാണ് ഞാൻ എക്സാം എഴുതുമ്പോ ഇവിടെ സാധാരണ 700 എത്തിയാലേ കിട്ടുള്ളൂ. അങ്ങനെ നല്ല റാങ്ക് കിട്ടണമെങ്കിൽ 700 above. അതുകൊണ്ട് ഒരു പട്ടണത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ അങ്ങനെ നോക്കി വിടാൻ തോന്നില്ല. നിങ്ങൾ ഈ ഒരു പല ക്വസ്റ്റ്യൻസും ഒരുപാടൊന്നും ഫോക്കസ് ചെയ്യാതെ കുറെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞ വിഷയം, അതൊരു വളരെ ഈസി ആയിരുന്ന എക്സാം ആയിരുന്നെങ്കിൽ ചിലപ്പോ ബാക്ക്ഫയർ ചെയ്യും, തെറ്റുന്നതിന്. കാരണം നന്നായിട്ട് ഫോക്കസ് ചെയ്ത ആൾക്കാർ അത് മുകളിലേക്ക് കയറുകയും ചെയ്യും. നിങ്ങൾ ഒരുപാട് വെറുതെ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവും വാങ്ങി മാർക്ക് താഴെ പോവുകയും ചെയ്യും. എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളൊരു ഫീലിംഗ് എന്താ? എക്സാം നന്നായി പോയി എന്നാണോ? ഒരിക്കലും കിട്ടില്ല എന്നുള്ള രീതിയിൽ. എനിക്ക് റിപ്പീറ്റിന് വലിയ താല്പര്യമില്ല. ഞാന് നേരെ ഉമ്മാനോട് പറഞ്ഞ് ജയിക്ക് NIT പോവാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്ന എക്സാം വന്നപ്പോ വലിയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇറങ്ങി വന്ന് എന്റെ റൂമിൽ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഇറങ്ങി പോണ്ട്. കുറച്ച് ഇറങ്ങി വന്നപ്പം മുമ്പിലേക്ക് 2 കുട്ടികൾ കരയുണ്ട്. പിന്നെ ഇപ്പുറത്ത് അപ്പൊ സമാധാനമായി. എക്സാം ഏകദേശം ടഫാന്ന് മനസ്സിലായി. അത് കണ്ടപ്പോ മനസ്സിലായി ഏകദേശം എന്താണ്. എന്റെ ഒപ്പം എനിക്ക് അറിയണ 2-3 ചെക്കന്മാരുണ്ടായി. അപ്പൊ ഒരാള് ഒരു 4 കൊല്ലായിട്ട് റിപ്പീറ്റ് ചെയ്യണാണ്. മൂപ്പര് കഴിഞ്ഞേക്കിനും കെട്ടിപിടിച്ച് പറഞ്ഞേ എനക്ക് ഇനി എത്ര റിപ്പീറ്റ് ചെയ്യാ, ഞാൻ ഗൾഫ് പോവാണ് നാളെ തന്നെ, എനിക്ക് ഇനി വെയ്യ ഉടക്കാൻ. കാരണം മൂപ്പർക്ക് ലീവിനൊന്നും പോവാൻ വെച്ചത് അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ചിട്ട് 4 കൊല്ലായില്ല അങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് പാവം. അപ്പൊ ഞാനും എനിക്ക് ഉറപ്പേനി ഞാൻ ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാലോ, യൂണിവേഴ്സിറ്റി തന്നെ അല്ലേ, +2 മാർക്ക് ഉണ്ട് അത്യാവശ്യം. അപ്പൊ അത് പിന്നെ ഇതിപ്പോ എപ്പോഴാണ് ഈ സ്കോർ വലിയ മോശമല്ലാത്ത സ്കോർ ആണെന്ന് മനസ്സിലായി തുടങ്ങിയത്? എന്നാ എപ്പോഴാണ് സ്കോർ നോക്കിയത്? അന്നാ പിറ്റേന്നൊക്കെ നോക്കിയാ? 1-1.5 ആഴ്ച നോക്കിയില്ല. ഇവിടെ എക്സ്പെക്ടഡ് സ്കോർ ഒന്നും ചോദിച്ച സമയത്ത് കൊടുത്തില്ല. ഇതുകൊണ്ടൊക്കെയാണ് എക്സ്പെക്ടഡ് സ്കോർ നമുക്ക് പറയുന്നത്. പിന്നെ ഞാന് രാത്രി പോകുമ്പോൾ വിളിച്ചു നട്ടപ്പാർക്ക്. ഞാന് അന്നനെ നോക്കി. അന്ന് ഏതോ ഒരു യൂട്യൂബില് ഇങ്ങനെ ലൈവ് പറയണ്ടാവുമല്ലോ, അതിൽ നോക്കിയപ്പോ ഒരു 550 റേഞ്ചിലെ സ്കോർ വന്നുള്ളൂ. അപ്പൊ അത് കിട്ടുമോന്ന് അറിയില്ല, കിട്ടൂലെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിഷമിച്ച് ഒന്നുമല്ല. അപ്പൊ ഞാൻ വിഷമായി നേരെ ആദ്യം കടന്ന്. അതിൽ ഉമ്മാക്ക് ഇന്ത്യയിലേറെ ടെൻഷൻ, ഉമ്മാക്ക് ഉപ്പാക്കും. ഓല് വേറെ ഏതോ ഒരു ആൻസർ കീ എടുത്ത് ഒന്നും കൂടി നോക്കി, കുറെ വട്ടം നോക്കിയാൽ കൂടുന്നാണ് ഓലത്. പിന്നെ അങ്ങനെ നോക്കി ഏതൊരു ആൻസർ കീയില് 568 കിട്ടി. അപ്പൊ കൂടും ചെയ്ത് ഞാൻ ഭയങ്കര ആംബിഗസ് ആയിട്ടുള്ള പല ആൻസർ കീസും തമ്മിൽ 2-3 ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോ ചില കീ നോക്കി കഴിഞ്ഞാൽ 5 മാർക്ക് അങ്ങോട്ട് കയറും,
അപ്പോ പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ഉമ്മ കണ്ടു പറഞ്ഞു ഈ റേഞ്ചിലൊക്കെ എന്തായാലും കേറി പോകുന്ന ആരോ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഉമ്മ അങ്ങനെ പറഞ്ഞ ഹാപ്പി ആയി ഇരുന്നു. അന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സെൻഡ് ഓഫ് അവനെ അന്നെ വിളിച്ചു. അല്ല എനിക്ക് ടെൻഷൻ ആയപ്പോ വിളിച്ചു. ഗ്രൂപ്പിലിടും മാർക്ക്. ആദ്യം എക്സാം കഴിഞ്ഞ ഉടനെ അവനക്ക് വിളിച്ചു. അപ്പം പറഞ്ഞു എനിക്ക് വെയ്യില്ല, ഞാൻ 1 മണിക്കൂറായിട്ട് കടന്നുറങ്ങിയേക്കണ്. പിന്നെ 715 മാർക്ക് 705 മാർക്കിനൊക്കെ എഴുതിയിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ കിളി പോയി. ഞാനാണെങ്കിൽ 650 കൂടി എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ച് ഉമ്മ പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് വെയ്യ, രാവിലെ നോക്കാം. അപ്പൊ ഉമ്മ പറഞ്ഞു നോക്കിയേക്ക്. ആയിരുന്നു നോക്കി ഒരു വീഡിയോ എന്തോ അങ്ങനെ ആൻസർ ഇട്ട് ഇങ്ങനെ ടിക്ക് എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ. അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ 17 അങ്ങനെ ശരിയായി, ഒന്ന് തെറ്റി. ഫിസിക്സ് 3 തെറ്റി. പിന്നെ 17 എത്തി, പിന്നെ തെറ്റി. അപ്പോൾ 2 എത്തിയുള്ളൂ. പിന്നെ അങ്ങനെ വരിക തെറ്റി പിന്നെ ഫുള്ള് തെറ്റാ. ഫിസിക്സ് കഴിഞ്ഞു. കെമിസ്ട്രി പിന്നെ വലിയ നെഗറ്റീവ് ഇല്ല, കുഴപ്പമില്ല വന്നു, കുറച്ചേ ഉള്ളൂ. പിന്നെ ബയോളജി നോക്കി എല്ലാം നെഗറ്റീവ് ഒക്കെ ഇട്ടിട്ട് എണ്ണ തുടങ്ങിയിട്ട് ഇങ്ങനെ മൊത്തം കൂട്ടിയപ്പോൾ 603 ഉണ്ട്. അപ്പൊ കഴിഞ്ഞിട്ട് 603. പിന്നെ ഒരു പേജ് ഞാൻ വിട്ടിക്കണു. അവിടെ 4 നെഗറ്റീവാ, 4 തെറ്റിക്കണം. പിന്നെ 583 ആ സ്കോർ ഉണ്ടാവുന്ന. അല്ല ആ സ്കോർ ഉണ്ടാവും. ഞാൻ 2-3 പിന്നെ ഉമ്മ രാത്രി എന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ കൊറേ ടെൻഷൻ ഉണ്ടാവല്ലോ. നമ്മള് അലോട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോസന്റെ വിളിക്കും പാരന്റ്സ്, അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണോ, അവിടെ പോണോ, അവിടെ കൊടുക്കണോ, ഭയങ്കര പാരന്റ്സ് ആണ് ഭയങ്കരമായിട്ട് കൺസേൺ ആവുക. പിന്നെ നിങ്ങൾ ഒരു +1 +2 2 ഇയർ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയത് എങ്ങനെയാ? +1 ഞാന് എന്റെ താത്ത അവിടെയാണ് പഠിച്ച് +1 +2 പഠിച്ച് 1 വർഷം റിപ്പീറ്റും ചെയ്ത് കിട്ടിപ്പോയി. അപ്പോ ഞാൻ അത് കണ്ടുവന്ന് ഏകദേശം എനിക്കും ഡോക്ടർ ആവണമെന്ന് തന്നെ ആഗ്രഹമായി. ഓളെ കണ്ട് ചെറുപ്പം മുതലേ ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. ഉപ്പാക്ക് വയ്യാത്താണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഉണ്ട്. +2 പഠിക്കണം എന്ന് പറയും. നീറ്റ് അങ്ങനെ അറിയില്ല. 10 കഴിഞ്ഞിട്ട് അവിടെ സ്കൂളിൽ ചേർന്നിരുന്നു, ഒരു CBSE സ്കൂളിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ട് +1 സ്കൂളിൽ ചേർന്നു. അവിടെ 1 മാസത്തോളം പോയി. പിന്നെ ഉപ്പ അങ്ങനെ ഒരു ദിവസം തോന്നുന്നു പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്, പോയി നോക്കാം, നടക്കുമെങ്കിൽ നോക്കാം, അഡ്മിഷൻ ഉണ്ടോ അറിയില്ല. അങ്ങനെ വന്നു. ഞാൻ ലാസ്റ്റ് ബാച്ച് ലേറ്റ് ബാച്ച് തുടങ്ങിയപ്പോൾ അതിലാണ് കയറിയത്. അപ്പം സാറ് പറഞ്ഞു അങ്ങനെ കയറാം. ഇവിടെ എക്സാം നടത്തി. അതിൽ സാറ് പറഞ്ഞു മാർക്കിലായിട്ടില്ല, കയറ്റാന്ന് പറഞ്ഞു. അങ്ങനെ കയറി. ഇപ്പം പറഞ്ഞപ്പം സാറ് കയറ്റി. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി. വലിയൊന്നുമില്ല. ഫസ്റ്റ് ഇയർ ഡേ സ്കോളായിട്ട് പോയത്. അപ്പം അല്ല ഉമ്മാന്റെ വീട് ചേളാരി, അവിടെ പോയിട്ട് വരല്. അപ്പം ഇങ്ങനെ പോയി വരും. വലിയൊന്നുമില്ല. അത് ഇവരിങ്ങനെ ഹോസ്റ്റലിൽ ഇത്ര മണിക്കൂർ പഠിക്കും അതൊന്നും അറിയില്ല. അന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും വായിച്ചു നോക്കും, എക്സാമിൽ എല്ലാ ദിവസം വായിക്കും, കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ പോവും. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ AFSR ഒരു മീറ്റിങ്ങിന് എക്സാമിൻസ് ഉമ്മാണ്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ നടക്കൂല. +1 ലാസ്റ്റ് ഒരു മീറ്റിംഗ് നടത്തിയപ്പം എന്തായാലും ഹോസ്റ്റലിൽ കയറണം പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പം ഹോസ്റ്റലിൽ കയറി. +1 ലാസ്റ്റ് ഹോസ്റ്റലിൽ കയറി. അവിടെ നിന്ന് പിന്നെ ഇവരെ എല്ലാവരും മൊത്തം അത് സമയമൊക്കെ ഇത്ര സമയത്തിന് പഠിക്കണം, സ്റ്റഡി ഹാള്. അല്ല അന്ന് ഇവരൊന്നും അറിയില്ല, ഇങ്ങനെ ആരെയും അറിയില്ല. 1-2 ആൾക്കാരെ അറിയുള്ളൂ. പിന്നെ ഓരോരുത്തർ പരിചയപ്പെട്ടു. അങ്ങനെ ഇവരോരൊന്ന് പറഞ്ഞുതരും, കാരണം ഹോസ്റ്റലിൽ ചേർന്നിട്ടുള്ളൂ. അങ്ങനെ സെറ്റായി. പിന്നെ 2ാമത്തെ ഇയർ ഹോസ്റ്റലിൽ മാറ്റി, അടുത്തൊരു ഹോസ്റ്റലിലാക്കി. അവിടെ പിന്നെ ഒന്നും കൂടി കുറച്ച് പേരും നല്ലൊരു പിയർ ഗ്രൂപ്പ് കിട്ടി. അങ്ങനെ സുഖമായിരുന്നു. ഞാൻ 10 വരെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചു, മക്കര സ്കൂളിലാണ്. അപ്പോ അവിടത്തെ ലാബ് അവിടെ തന്നെ +1 +2 കിട്ടണ വെച്ച് ഞാൻ 10 നല്ലോണം പഠിച്ചു. കാരണം അവിടെ നല്ല ലാബ് ഒക്കെ ഉള്ള സ്കൂളാണ്. അപ്പൊ അപ്പൊ അതിനു വേണ്ടി ഞാൻ പഠിച്ചു, നല്ലോണം പഠിച്ചു. 10 എക്സ്ട്രാ ട്യൂഷൻ ഒക്കെ എടുത്ത് ഇത് മാത്രം. അപ്പൊ 10 കൂടി കൺസെപ്ച്വൽ ആയിട്ട് പഠിച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ആദ്യം വേറെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എൻട്രൻസ് എക്സാം എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കളിക്കാൻ പോയാന്ന് ടർഫ്. അപ്പൊ അത് നല്ലോണം പഠിച്ചു. പിന്നെ ഇതേമാതിരി ഒന്നും കൂടി പറഞ്ഞു. അപ്പൊ ഉമ്മാന്റെ വീട്ടില് പരിപാടി പറഞ്ഞു. പിന്നെ അടുത്തിന് ഇപ്പൊ ഉപ്പാന്റെ ഒരു മാസം വണ്ടി കൊടുന്ന് ഇവിടെ ഇറക്കി, മുറ്റത്ത് ഇറക്കി വിട്ടു പരീക്ഷ എഴുതി പറഞ്ഞു. അപ്പൊ അത് എഴുതി വന്നപ്പോ ചെറിയ സ്കോളർഷിപ്പ് കിട്ടി, 30% സ്കോളർഷിപ്പ് കിട്ടി. അപ്പൊ പിന്നെ ഇവിടെ തന്നെ ഉറപ്പിച്ചു.
അന്യ വാപ്പ കൊണ്ടുവന്നാക്കിയതാണ്, താത്ത കൊണ്ടുവന്നാക്കിയതാണ്. എന്നിട്ടൊരു +1 +2 ഇപ്പോ ഇമ്രാന് +1 ഏതാണ്ട് അവസാനം വരെ ഹോസ്റ്റലിൽ കയറി വരെയുള്ള കഥ പറഞ്ഞു. ലൈക്ക് ഒരു +1 കയറുന്ന സമയത്ത് തന്നെ +2 കൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായിരുന്ന ഒരു തോന്നലൊക്കെ എപ്പോഴാവും തുടങ്ങിയത് നമ്മളെ കൊണ്ട് പറ്റും +2 കൂടെ തന്നെ അത് ശരിയാവും എന്നൊക്കെ തോന്നിയത്? +2 പകുതി +1 ബോർഡ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് മാർക്ക് ഉണ്ടായി. ബോർഡ് എക്സാമിന്റെ മാർക്ക് ഒരു വലിയ ഫാക്ടർ അല്ല, എന്നാലും ഇങ്ങനെ പറയുമ്പോ നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ തന്നെയാണ് ഇവിടുത്തെ അപ്പോഴാണ് ആ കുറച്ചാളെ എണ്ണത്തിൽ ഒരാളായപ്പോ കുറച്ച് കോൺഫിഡൻസ് വന്നു, എനിക്കും പറ്റുന്നു. +2 ഒരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ +1ത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മര്യാദ ചെയ്യണത്. അതുവരെ ഈ 1D 2D ഞാൻ ക്വസ്റ്റ്യൻ MTG തൊട്ടിട്ടേ ഇല്ല. പിന്നെയാണ് ഫുള്ള് ചെയ്യുമ്പോ കിട്ടുന്നുണ്ട് നല്ല രീതി, അങ്ങനെ ചെയ്തു. ഫോളോ ചെയ്ത് പറ്റിയിട്ട് നമ്മളെ മൊഡ്യൂളും മാത്രമേ ചെയ്തു. അത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേറെ ബുക്സ് ഒരുപാട് ബുക്സിലേക്ക് പോകുന്നവര് എല്ലാ ബുക്സിലും വരുന്നത് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. നമ്മളൊരു ബുക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാം. അത് ഒരട്ടം ചെയ്തിട്ടുള്ളൂ, അത് പിന്നെയും ചെയ്യുന്ന ചില പാഠങ്ങള് പാഠങ്ങളാണോ ഫ്ലൂയിഡ്സ് ഒക്കെ 3 വട്ടം ചെയ്യും. കിട്ടിയില്ല. അപ്പൊ ഒരു +2 ഒരു പകുതി മുതൽ അങ്ങോട്ടൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ എക്സാം ഒക്കെ എഴുതുമ്പോ കോൺഫിഡൻസ് കൂടി വന്നോ അതോ ചില എക്സാം മറ്റേ ഇതുണ്ടാവല്ലോ ബാർ ഡയഗ്രം ഉണ്ടാവും, നല്ല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അത് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. നമ്മള് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള അല്ല. ആക്ച്വലി അതിന്റെ ഒരു വേറൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ടും കൂടെ ഉണ്ട്. ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ആസ്പെക്ട് ആണെങ്കിൽ രണ്ടാമത്തത് എക്സാം എഴുതുന്നത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ നിങ്ങളിപ്പോ നസീല് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്ത് കെമിസ്ട്രിയിൽ വന്ന് അല്ല ബയോളജിയിൽ വന്ന് നിങ്ങൾ രണ്ടാളും ബയോളജി സ്റ്റാർട്ട് ചെയ്ത് കെമിസ്ട്രി ഫിസിക്സ് കെമിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് കോൺഫിഡന്റ് ആയിട്ട് ഒരു സബ്ജക്ട് ആദ്യം ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാം. നീ കുറെ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്ത ആളാണ്, നീ കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ആളാണ്. സോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതൊരാൾക്ക് ഇപ്പോ നിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ കിട്ടും, അപ്പൊ അത് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാതാവൂല്ല. അതൊക്കെ നമ്മളൊരു ആ ഒരു എക്സാം എഴുതുന്ന ഒരു സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും നിങ്ങളിപ്പോ +2 തുടങ്ങുന്ന സമയത്ത് +1 ഒക്കെ ഫുൾ ഓർമ്മ ഉണ്ടായിരുന്ന, +1 കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും +1 കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഡ്യൂളും തീർത്തില്ല, കിട്ടുന്ന ക്വസ്റ്റ്യൻ മാത്രം ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5-6 അന്ന് കിട്ടുള്ളൂ 1D 2D. പിന്നെ +2 കുറച്ച് കൺസെപ്റ്റ്സ് പഠിച്ചപ്പോഴാണ് +2 പല കൺസെപ്റ്റും പഠിക്കുമ്പോഴാണ് +1 കുറച്ചും കൂടെ എളുപ്പത്തിൽ. അപ്പൊ ഇപ്പൊ +1 കാര്യമായിട്ടൊന്നും നോക്കാത്ത ബോർഡ് എക്സാം ഒക്കെ നോക്കി പഠിച്ച ആൾക്ക് ഇപ്പൊ +2 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഈ ഒരു സമയം മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ +2 ഒരാള് കാര്യമായിട്ടൊന്നും നോക്കിയില്ല, സബ്ജക്ട് ഒക്കെ അത്യാവശ്യം വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. +1 കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത ഒരാളല്ല. ഇപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിപ്പോ ജൂണാണ്, അടുത്ത മെയിലാണ് എക്സാം വരിക. ഓൾമോസ്റ്റ് 1 ഇയർ ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. അവര് ഒരു നീറ്റിന് ക്രാക്ക് ചെയ്ത് ഫസ്റ്റ് ചാൻസിൽ ക്രാക്ക് ചെയ്ത് എന്തൊക്കെ ചെയ്യണം നമ്മൾ പറയാം? ബേസിക്സ് ബേസിക്സ് കൺസെപ്റ്റ്സ് കുറച്ച് സ്പീഡാണ്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ സ്പീഡ് ന്യൂമറിക്കൽ അത് വേണം. അത് കുറച്ചാണ്, അതില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെ ഓക്കെ നിങ്ങൾ ആക്ച്വലി ന്യൂമറിക്കൽ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് നിങ്ങളൊരു അപ്രോച്ച് എങ്ങനെ? കുഴപ്പമില്ല, മാത്സ് ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണ്. വലിയ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഈ ന്യൂമറിക്കൽ ഒക്കെ പറഞ്ഞതോ അത് വേണം, അത് ആവശ്യമുള്ളതല്ലേ. അപ്പൊ പിന്നെ ന്യൂമറിക്കൽ സംഭവങ്ങൾ വേണം. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് തുടക്കത്തില് +2 സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ +1 ചാപ്റ്റർ വൈസ് എല്ലാം നടത്തി. ഞാൻ +1 അധികം ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അത് മൊഡ്യൂളൊക്കെ ലാസ്റ്റ് മോസ്റ്റൊക്കെ നമ്മളെ പൊട്ടിക്കണ് ഓരോ മൊഡ്യൂളുകളൊക്കെ. MTG അതൊക്കെ ചിലപ്പോൾ ചെയ്യും, അല്ല മൊഡ്യൂളൊക്കെ അപ്പഴാണ് പൊട്ടിക്കണ്. അപ്പൊ പിന്നെ ഞാൻ ആ സമയത്ത് അപ്പം ഞാൻ ആ 3 ചെയ്യും. അത് 3 ദിവസം കൂടുമ്പോ പരീക്ഷ ഉണ്ടാവുക, 3 ചാപ്റ്റർ ഉണ്ടാവും. ഏകദേശം ഞാൻ ആ ചാപ്റ്ററിന് ഇപ്പം എത്തിക്കണം. പിന്നെ ഒരു മൊഡ്യൂൾ തന്നെ എപ്പോഴും പഠിക്കാൻ തിയറി ഒക്കെ പഠിക്കാൻ കുറെ മൊഡ്യൂളിൽ പോയിരിക്കാൻ നല്ല. ഒരു മൊഡ്യൂൾ ഞാൻ ഫുള്ള് തിയറി ഇവിടുത്തെ മൊഡ്യൂളിൽ തന്നെ പഠിച്ചിരുന്നു. നമ്മളിപ്പം കുറെ കാര്യങ്ങൾ കുറെ ഉണ്ടാവും, എക്സ്ട്രാ ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവും. എക്സ്ട്രാ ആവശ്യം വരികയാണെങ്കിൽ വേണമെങ്കിൽ പഠിക്കാം, അതൊക്കെ നല്ലതാണ്. അങ്ങനെ കീ പോയിന്റ്സ് ഒക്കെ ആയിട്ട്
ക്വസ്റ്റ്യൻ ചെയ്യണത് എക്സാം എഴുതണം പറഞ്ഞു, റിവൈസ് ചെയ്യണം പറഞ്ഞു. ഓക്കെ, ഇവിടുത്തെ എഴുതിയിരുന്ന എക്സാമും ആക്ച്വൽ നീറ്റ് എക്സാമും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവല് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു ലെവലൊക്കെ കമ്പയർ ചെയ്താൽ? ഇവിടുത്തെ എല്ലാ എക്സാമിലും അവസാനം ഇപ്പൊ ഞങ്ങളൊക്കെ ഏകദേശം ഒരു 600 ത്രെഷോൾഡിലെത്തി. ഇപ്പോൾ 600 പ്ലസ് സ്കോർ ചെയ്ത് തന്നി. ചില എക്സാം ഇവിടെ ഭയങ്കര ടഫാക്കി നടത്തും. അതിൽ ഞങ്ങളൊക്കെ ഒരു 300 50 360 എത്ര സ്കോർ. അല്ല എല്ലാവർക്കും കുറയുന്നു മൊത്തത്തില് ബയോളജി അങ്ങനത്തെ. ക്വസ്റ്റ്യൻസിന്റെ ലെവലോ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു സീരീസ് നടത്തിയിരുന്നു. ഒരു സീരീസ് നടത്തിയത് അത്യാവശ്യം നല്ല ലെവലുള്ള പേപ്പർ മാത്രം നടത്തിയിരുന്നു. ഫസ്റ്റ് തുടക്കം സീരീസ് ഫസ്റ്റ് 10 ഫുൾ ടെസ്റ്റ്. അത് നല്ലൊരു പേപ്പർ. അതില് അത്യാവശ്യം ഫിസിക്സ് ഒക്കെ അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റിനും ബയോളജി കുറച്ച് ഈസി ലെവലുള്ള ക്വസ്റ്റിനും വന്നിട്ട് മോട്ടിവേഷൻ ടെസ്റ്റ് ഒക്കെ ടെക്സ്റ്റ് ഫുള്ള് കവർ ചെയ്യാൻ സാറ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് സാറ് ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ പല നീറ്റിന് വന്നു കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടോണ്ടാണ് ഞങ്ങൾ ആ പെട്ടിയൊക്കെ വായിച്ചു. പ്രീഫേസിലൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാറ് സയന്റിസ്റ്റിന്റെ ആ സാധനങ്ങളൊക്കെ സാറ് ചോദിച്ചു. അത് നീറ്റിനും വന്നു. അതല്ല NCERT വായിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇല്ലേ അങ്ങനെ തിയറി. അല്ല ഇലക്ട്രോസ്റ്റാറ്റിക്സ് +2 അത്യാവശ്യം +2 എല്ലാം ഫുള്ള് ഞാൻ വായിച്ചിട്ടുണ്ട്. +1 വേവ്സ് ഓസിലേഷൻ കെമിസ്ട്രി ഓർഗാനിക് +2 ഫുള്ള് ടെക്സ്റ്റ് തന്നെ നോക്കിയാൽ മതി. പുറത്തേക്കൊന്നും അങ്ങനെ വന്നില്ല. പക്ഷെ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിരുന്നു. ഹോസ്റ്റലാണ് നിൽക്കേണ്ടത്. നമ്മള് യൂണിവേഴ്സലില് ലൈബ്രറി ഉണ്ട്, അക്കാഡമിക്സ് ഉണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, എഫ്സാർ ഉണ്ട്, നമ്മുടെ സ്ഥാപനത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഒരുപാട് സൗകര്യങ്ങൾ, പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്ത് ഇതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു ഫാക്ടർ എടുത്ത് ഒഴിവാക്കിയാൽ ഇത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ടാവില്ല. അതാണ് മാറ്റി വെച്ചാൽ ഇതൊന്നും വർക്ക്ഔട്ട് ആവില്ല. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ എന്താവും? ലൈബ്രറി ഒക്കെ നല്ലോണം യൂസ് ചെയ്യും. ലൈബ്രറി ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏതൊക്കെ ഹോസ്റ്റലിലായിരുന്നു? എല്ലാവരും നെസ്റ്റിലായിരുന്നു. ഓക്കെ, ഹോസ്റ്റലിലെ ഷെഡ്യൂളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണോ പോവുക? റിലാക്സേഷൻ മടി ഉണ്ടായിരുന്നു. ഇത്ര നേരത്തെ എണീക്കാൻ. ഉറക്കമൊക്കെ ശരിയായിരുന്നു തുടക്കത്തിലൊക്കെ? തുടക്കത്തില് ശരിയായിരുന്നില്ല. ക്ലാസ്സിൽ ഉറങ്ങി അഡ്ജസ്റ്റ് ചെയ്യും. ക്ലാസ് ശ്രദ്ധിക്കലുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ ഹോസ്റ്റലിൽ നിന്നാല് ഇപ്പോ ഡേ സ്കോളറായി വരുന്നതിനേക്കാളും നീ ഫസ്റ്റ് ഇയർ ഡേ സ്കോളർ ആയിട്ടില്ലേ വന്നേ? പറ, എന്താ മെച്ചം? മൊത്തത്തില് ഒറ്റക്കല്ലേ പഠിക്കുക. അപ്പം ആരെന്ത് നമ്മള് ഒറ്റക്കൊരു മോട്ടിവേഷൻ വേണം. പഠിച്ചോളൂ. 4 ആളും പഠിക്കുന്നില്ല, പേടിച്ചിട്ട് പഠിക്കുമോ? കോമ്പറ്റീഷൻ ആണല്ലോ അല്ലെ? അല്ല, കമ്പൈൻ സ്റ്റഡി അങ്ങനെ ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് അല്ല, ഇതൊക്കെ നമ്മൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കലും പറയലൊക്കെ അപ്പുറത്തുള്ളതൊക്കെ ചോദിക്കും. തരും. അതായത് അതിന്റെ ഡിസ്കഷൻ കാണലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യലും അത് തീരുമാനാക്കലും ഒക്കെ ആയിട്ട് അത് ചെയ്യും. അങ്ങനെ ഒരു സമയം അനുവദിച്ചു. അതായത് കമ്പൈൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനാക്കാം. അത് ആ ഒരു സമയത്ത് മാത്രം. ഓക്കെ, ഈ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എക്സാമിന്റെ നമ്മള് പാർട്ട് ടെസ്റ്റുകളുടെയും അതേ അവസാനം നടന്ന ഫുൾ ടെസ്റ്റിന്റെ ഒക്കെ ഡിസ്കഷൻസ് റെക്കോർഡഡ് വീഡിയോ ആക്കിയത് അതെല്ലാം അത് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അതോ എല്ലാം ഫുള്ള് കാണോ? ചിലപ്പോ തെറ്റിയ ക്വസ്റ്റ്യൻസും കിട്ടാത്ത ക്വസ്റ്റ്യൻസും കൺസെപ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നത് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും. ശരിക്കും എങ്ങനെ ശരിയായി അറിയാത്ത ക്വസ്റ്റ്യൻസും നമ്മള് പറ്റ മടുത്തിരിക്കൂലെ, ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കൂലെ, ഒന്നും പഠിച്ച് ഇത് അപ്പൊ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണും. അപ്പോഴോ സാർ അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പാർക്ക് ചെയ്യാം. അപ്പൊ ഒരു മൂഡ് വന്നാ എഴുതിയൊക്കൊന്നല്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ കാണാൻ. വേറെ ഒന്നുമില്ല യൂണിവേഴ്സലിന്റെ ടാബല്ലേ? യൂണിവേഴ്സലിന്റെ ടാബ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന. ഓക്കെ, ഫൈൻ. റെക്കോർഡഡ് വീഡിയോ അല്ല നമ്മളെ പഴയ ലൈക്ക് ലെക്ചർ വീഡിയോസ്, അത് ഫോളോ ചെയ്തിരുന്നു നിങ്ങള്? ആവശ്യം വന്നിരുന്നാ?
ഈ ആ ക്ലാസ് മിസ്സായത്, ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ പനി എന്ന് പറഞ്ഞാൽ എക്സാമിന് മാത്രം അതോ സ്ഥിരം പനിയുള്ള ആളാണോ? കറക്റ്റ് ടൈമിലല്ലേ ക്ലാസ് മിസ്സാക്കുന്ന സംഭവമില്ല. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോൾ +2 അല്ലെങ്കിൽ +1 നീറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠിത്തം, അതേപോലെ തന്നെ ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മൊഡ്യൂള് ഫോളോ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഏതൊരു സമയത്താണെങ്കിലും നമ്മൾ എത്ര വീക്കായിട്ട് തോന്നുന്ന സമയത്താണെങ്കിലും വീണ്ടും +1 പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ആ എക്സാം എത്തുന്നത് വരെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഡ്രോബാക്സ് ഉണ്ടാവും, മാർക്ക് കുറയുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങളൊക്കെ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എവിടെ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു? കിട്ടില്ല എന്നുള്ള അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. ജിപ്മർ കിട്ടുകയാണെങ്കിൽ പോകും. നസീൽ കോഴിക്കോട് ജിപ്മർക്ക് കുറവാണ്. മറ്റേതെങ്കിലും എയിംസ് ട്രൈ ചെയ്യോ? ഓക്കെ, അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ള പ്ലാൻസ് ഇപ്പൊ മനസ്സിലുണ്ടോ? ഓക്കെ, ഫൈൻ. ഇപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിന് നോ ഇഷ്യൂസ്. ബട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി ഇപ്പോൾ ഒരു 2 വർഷത്തെ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ SLC ഫുൾ A+, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ അങ്ങനെ ഇല്ല, പോട്ടെ. അത് കഴിഞ്ഞ് +1 ജോയിൻ ചെയ്താൽ നിങ്ങളെ മുന്നിലുള്ളത് നീറ്റ് ക്രാക്ക് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഗോളും കൊണ്ട് വന്നിട്ട് ആ ഗോള് കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ്സ് ഡൺ. സോ നെക്സ്റ്റ് ഗോള് സെറ്റ് ചെയ്തോളണം. സെറ്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾ കോളേജിൽ ചെന്ന് ഫസ്റ്റ് ഇയർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഇയർക്കൊക്കെ എത്തുമ്പോൾ ക്ലിനിക്സിലൊക്കെ കയറി നിങ്ങൾക്ക് ഏത് മേഖലയിൽ പോകണം, അതിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഏതിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നത്, അതിനനുസരിച്ച് തീരുമാനിച്ച് എന്ത് ചെയ്യണം. ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് അടുത്ത നീറ്റിന്റെ വേർഷൻ വരും, പുതിയ വേർഷൻ PG വരും. ഓക്കെ, അല്ലെങ്കിൽ എയിംസിന്റെ PG വരും. അപ്പോൾ ആ എക്സാമുകൾ ക്ലിയർ ചെയ്യാനൊരു പ്രിപ്പറേഷൻ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇതിനേക്കാളും അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റൊരു എക്സാമാണ് നീറ്റ് PG. സോ നിങ്ങൾ എല്ലാവരും അതും ക്ലിയർ ചെയ്ത് അതിൻ്റെ അപ്പുറം അത് കഴിഞ്ഞ ശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റിയെ പറ്റി ചിന്തിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വേറൊരു കാര്യമുള്ളത്, MBBS കഴിഞ്ഞ് ഡോക്ടറായി വിചാരിച്ച് ഡോക്ടർ വെറും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെ ആവണം എന്നില്ല, റിസർച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആവാം, പല മേഖലകളിലേക്ക് മാറാം. അതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ബട്ട് സ്റ്റിൽ മുന്നോട്ട് നെക്സ്റ്റ് ഒരു 5 years കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഗോൾ നിങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.